ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ ഒരു നേരമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു തിരക്കിലൊക്കെയാണ്. വേഗം വേഗം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ രാവിലെ ഒന്നൊരു സ്ഥലം വരെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളെ വീട്ടിൽ മലയ്ക്ക് പോകാനുള്ള വ്രതമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആളും ഏട്ടനും മോനും ആണ് പോണത്. അപ്പോൾ നോലുമ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 ദിവസമൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് മാല ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് മാല ഇടുകയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് കണ്ണനൊക്കെ ആദ്യമായിട്ടാണ് പോണത്, ആളും ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ഇതാദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ത്രില്ലാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതായത് നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദിനേശ് ചേട്ടൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നിത്തുവിന് ക്ലാസ്സിൽ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പോണ ഓട്ടോ ആണ്, അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ദിനേശ് ചേട്ടൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നു. അങ്ങനെ നമ്മൾ ഒരു 5 മണി സമയത്ത് നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ണനും ഏട്ടനും കൂടിയിട്ട് ബൈക്കിന് അങ്ങനെ വരും. ഞാൻ നിത്തും സീമേച്ചിയും അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അയ്യപ്പ ക്ഷേത്രം എന്ന് പറയണത് നമ്മളെ വീടിൻ്റെ അവിടുന്ന് വല്ലാതെ ദൂരമൊന്നുമില്ല, അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ കണ്ണന് ഒക്കെയാണ് നല്ല സന്തോഷമാണ്. കണ്ണനൊക്കെ നിത്തുവിനാണെന്നുണ്ടെങ്കിൽ പോകണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടി വലുതായിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്നുകൂടി ഫ്രീ ആയിട്ട് പോവാലോ എന്ന് വെച്ചിട്ട് നിത്തുവിന് പ്രാവശ്യം പറഞ്ഞയച്ചിട്ടില്ല. നിത്തുവിന് നല്ല ഇഷ്ടമുണ്ടായിരുന്നു പോകാൻ കേട്ടോ. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്പലത്തിലുള്ളവർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അധികം ആളുകളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട് എത്തിയത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയത്. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോഴേക്കും ആളുകളൊക്കെ ഓരോരുത്തരൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വഴിപാടൊക്കെ കഴിച്ചു, മാലൊക്കെ അങ്ങനെ പൂജിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്, അപ്പോൾ പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പേര് വന്ന അമ്പലത്തിലേക്ക്. അപ്പോൾ ഒരുപാട് സ്വാമിമാരുണ്ട്, മളികപ്പുറം, അതുപോലെ ചെറിയ കുട്ടികളൊക്കെയാണ് പോകാൻ വേണ്ടിയിട്ട് വസ്ത്രമൊക്കെ മാറി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് പേര് മാല ഇടുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ കീർത്തനങ്ങളും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ അങ്ങനെ അവരങ്ങനെ പറയുന്നുണ്ട്, ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കൈയും കൂപ്പി ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിത്തുവിനാണെന്നുണ്ടെങ്കിൽ ഏട്ടനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വസ്ത്രമൊക്കെ മാറി മാലൊക്കെ ഇടാൻ പോവുകയാണ്, സ്വാമിയാണ് അങ്ങനെ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നിത്തുവിനെ സംബന്ധിച്ചത് അത് എന്തോ ഒരു ബഹുമാനം ഒക്കെ ഒരു പ്രത്യേകതയൊക്കെ തോന്നി തുടങ്ങി. പ്രത്യേകത ഉണ്ട് ഓൾറെഡി. നമ്മൾ സ്വാമിമാർ പറയുമ്പോൾ നമുക്ക് പ്രത്യേകത തന്നെയാണ്, നമുക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ നിത്തുവിനെ സംബന്ധിച്ച് അതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ എന്നാലും നിത്തുവിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ ഏട്ടനോടൊരു പ്രത്യേക ഒരു സ്നേഹവും ബഹുമാനവും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാലൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നിത്തും ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തൊട്ട് തലോടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ആരും കാണാത്ത രീതിയിൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ പൊതുവെ ആരും അങ്ങനെ വീഡിയോസൊന്നും എടുക്കണില്ല, പക്ഷെ ഞാനതിൻ്റെ ഇടയിൽ കൂടെ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് കുറച്ചധികം സമയമൊക്കെ എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കീർത്തനങ്ങളൊക്കെ ചൊല്ലലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാല ഇട്ടിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ. ഒരു അയ്യപ്പൻ്റെ ഒരു ഇതൊക്കെ നമുക്കിങ്ങനെ അങ്ങോട്ട് വരും മനസ്സിൽ. അപ്പോൾ കണ്ണൻ അങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ മാലയിലുള്ള അയ്യപ്പൻ്റെ ലോക്കറ്റിൽ അയ്യപ്പൻ്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാലക്കെട്ട് വസ്ത്രമൊക്കെ മാറി മാലക്കെട്ട് നല്ല ഒരു ഇതിലൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ തടസ്സങ്ങളൊന്നും കൂടാതെ പോയി വരട്ടെ എന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ തൊഴുത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാ ശനിയാഴ്ച ദിവസം ഇവിടെ ഇങ്ങനെ ഇതുപോലെ പായസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് വരുന്നവർക്കൊക്കെ അത് പായസം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പായസത്തിൻ്റെ ഇവിടേക്ക് എത്തിയപ്പോൾ കണ്ണനൊക്കെ വന്നിട്ട് ആദ്യം
പായസമൊക്കെ മേടിച്ചിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിത്തുവാണെങ്കിൽ അപ്പുറത്ത് ഇരുന്നിട്ട് നിത്തും കഴിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് നല്ല മധുരമുള്ള പായസമല്ല, പായസക്കുരിയന്മാരാണ്. അപ്പോൾ അവരങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ തൊഴുത് വന്നതിൻ്റെ ശേഷം പിന്നെ ഞാനും ഏട്ടനും സീമേച്ചും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അമ്പലത്തിലെ പ്രസാദം അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കുറേ സമയം നേരത്തെ വന്നത് കാരണം അച്ഛൻ ആദ്യം കൊണ്ട് ഷാദിരം കൊണ്ടാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ അങ്ങനെ നിന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുറ്റിലും ഇങ്ങനെ തൊഴാനൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. അപ്പോൾ പിന്നെ മാലയൊക്കെ ഇട്ടതല്ലേ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിത്ത് കിടന്ന് ഒളിച്ച് മാറി കളിക്കുകയാണ്. അപ്പോൾ നിത്തിനോട് നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കണമില്ല. അപ്പോൾ അങ്ങനെ മാറി നിൽക്കണുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. നമ്മൾ തിരക്കൊന്നും പിടിക്കാതെ വളരെ സമയമൊക്കെ എടുത്ത് അകത്തിൽ തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ പരിചയമുള്ളവരെയൊക്കെ കണ്ടു, അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനാണെങ്കിൽ ആദ്യം കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സീമേച്ചിനൊക്കെ ആയിട്ട് ആൾ പോയി. അപ്പോൾ ഞാൻ കടന അങ്ങനെ പതുക്കെ നടക്കാമെന്ന് പറഞ്ഞ് നടന്നു. പിന്നെ രാവിലത്തെ ഒരു സമയമാണല്ലോ, അപ്പോൾ നല്ലൊരു വെയിലൊന്നുമില്ല, നല്ലൊരു തണുപ്പുള്ളൊരു സമയമാണ്, നല്ലൊരു അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും കടന കൂടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മറ്റവരെ കൊണ്ടാക്കിയിട്ട് പിന്നെ ആൾ വരുമല്ലോ. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ നടന്നു. അപ്പോൾ റോഡ് സൈഡിന് തന്നെയാണ് കേട്ടോ ഈ അമ്പലം. അങ്ങനെ വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് ഞാനും കണ്ണനും അങ്ങനെ പതുക്കെ നടക്കുന്നതിനിടയിൽ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കണ്ണനും കൂടിയിട്ട് അങ്ങനെ നടന്നിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം, ഒരു ശനിയാഴ്ച ദിവസം ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ്. രാവിലത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഓർമ്മകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മളിനി വീട്ടിലേക്കൊക്കെ പോകട്ടെ. ഇനിയുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളും വഴിയേ വരും.